അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഷിഫേദ നുസൈബയ്ക്ക് വിളിക്കുന്നു. നുസൈബയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ആരാ? ഓ, ഷിഫ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എടി പെണ്ണേ, എന്തൊക്കെ സുഖല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? എന്ത്? ഒരു നിമിഷം. ശരിക്കും നുസൈബ സ്തംഭിച്ചു പോയി. എന്തായിരിക്കും ഇവൾ പറയുന്നത് എന്നതിനെക്കുറിച്ച്. എടി, എന്താ നീ പറയുന്നത്? അല്ല, ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എക്സാമിൻ്റെ? അതാണ് ചോദിച്ചത്. അത് മാത്രമല്ല കേട്ടോ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് കേട്ട് നുസൈബക്ക് ശരിക്കും നാണമായി. അത് എക്സാം അൽഹംദുലില്ലാ കുഴപ്പമില്ലായിരുന്നു. ഷിഫ, നിനക്കോ? എനിക്ക് പെണ്ണെ, പിന്നെ ഞാൻ ആദ്യമേ ഉറപ്പിച്ചതാണല്ലോ, എക്സാമൊന്നും എനിക്ക് കിട്ടില്ലടി. എനിക്കെന്തെന്നറിയില്ല, പഠിക്കാൻ അങ്ങനെ വലിയൊരു താല്പര്യമൊന്നും എനിക്കില്ല. ആഹാ, അതെന്താടി? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സത്യമായിട്ടും പെണ്ണേ, ഞാൻ കറക്കി കുത്താനേ കുത്തിയിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. അതൊന്നും കിട്ടില്ലടി. എടി ഷിഫ, നീ അങ്ങനെ പറയല്ലേ. എനിക്ക് എല്ലാത്തിനും തണലായി താങ്ങായിട്ടുള്ള നീ വിജയിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പൊന്നു നുസൈബ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വലിയ ഡോക്ടറായി ഒന്നും എനിക്ക് വരുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. അതായത് ഇനി ഞാൻ വേറെ എന്തെങ്കിലും ചെറിയ രീതിയിൽ കോഴ്സൊക്കെ എടുത്ത് പഠിച്ച് അങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. അല്ലാതെ എൻട്രൻസ് ഒന്നും കിട്ടാൻ എനിക്കൊന്നും പോണില്ലേ. നുസൈബ, എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം എന്താണെന്നോ? നീ ജയിക്കണം, നിനക്ക് റാങ്ക് ലഭിക്കണം എന്നത് മാത്രമാണ്. എന്താ ഷിഫ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാവരും അവനവൻ്റെ കാര്യത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ ഒരു ലോകത്ത്, ഈ ഒരു കാലത്ത് നീ എനിക്ക് വേണ്ടി എന്തിനാണ് ഇത്രമാത്രം? സത്യത്തിൽ നിനക്ക് എന്താടി എന്നോടുള്ളത്? നുസൈബ, ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ വിജയമാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് എന്താണെന്നറിയില്ല. നിന്നെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്, നിന്നോട് എനിക്ക് അത്രയ്ക്കും സ്നേഹമാണ്. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എക്സാമൊക്കെ ഓക്കെ, നീ വിജയിക്കും. എന്നാലും ഷിഫ, എടി, ഞാനൊരിക്കലും എക്സാം എനിക്ക് അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനും കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അത് ആ ഒരു നിമിഷത്തെ പറയൂ, ആ ഒരു നിമിഷത്തെ എൻ്റെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ഒരു ധൈര്യം വീണ്ടും കിട്ടിയ പോലെ, എല്ലാ ടെൻഷനും മറന്ന പോലെ, സത്യമായിട്ടും എനിക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ഊർജം കിട്ടിയതുപോലെ എനിക്ക് തോന്നി. ആഹാ, അപ്പം ശരി, മാഷാ അല്ലാ, അപ്പം സെറ്റായിട്ടുണ്ട്. അതെ, ഞാനാണ് അവനോട് പറഞ്ഞത് കൃത്യസമയത്ത് അവിടെ എത്താൻ, അതും ആ 10 മണി സമയം. അത് വിലപ്പെട്ടതാണ്. ഒരു പക്ഷേ നീ നിരാശയോടെ, നീ അവനെ ആ വോയിസ് കേട്ട് ടെൻഷനായിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ ഒരു ടെൻഷനോട് കൂടി നീ എക്സാമിൻ്റെ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായും നിനക്ക് ഒരുപാട് വിഷമമുണ്ടായിട്ട്, ടെൻഷൻ ഉണ്ടായിട്ട്, സങ്കടം ഉണ്ടായിട്ട് പഠിച്ചതെല്ലാം മറന്നു പോകും. ഒന്നും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ നിനക്ക് കഴിയില്ല. അതെനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഷമ്മാസിനോട് ഈ ഒരു ഐഡിയ ഞാൻ പ്രയോഗിച്ചത്. അങ്ങനെയാകുമ്പോൾ സംഭവം പെട്ടെന്ന് നിനക്ക് അവനെ കണ്ട സന്തോഷത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നിൻ്റെ മനസ്സിലുണ്ടാകും എന്ന് കരുതിയിട്ടാണ് നുസൈബ ഞാൻ പറഞ്ഞയച്ചത്. എന്താ, നിനക്ക് ഇഷ്ടമായില്ലേ? നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ സോറി കേട്ടോ. ഞാൻ കരുതി നമ്മൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ കാണുമ്പോഴല്ലോ മനസ്സിനും ശരീരത്തിനും ഒരു ആരോഗ്യവും ഉന്മേഷമൊക്കെ വരിക. നമ്മുടെ സാറും മിസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞത്? ടെൻഷനുകളെല്ലാം ഒഴിവാക്കി നല്ല ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് നമ്മൾ എക്സാമിൻ്റെ ഹാളിലേക്ക് പ്രവേശിക്കണമെന്നാണല്ലോ പറഞ്ഞത്. അതെ, നിനക്ക് ഏറ്റവും ഉന്മേഷം തരുന്നത്, എപ്പോഴും റിലാക്സ് ആകുന്നത്, സന്തോഷം തരുന്നത് ഷമ്മാസിൻ്റെ സാന്നിധ്യം മാത്രമായിരിക്കുമെന്ന് ഞാനെൻ്റെ മനസ്സിൽ ഊഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. എടി, സത്യമായിട്ടും എനിക്കെങ്ങനെ പഠിച്ച റബ്ബിനോട് നന്ദി പറയണമെന്ന് അറിയുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഷമ്മാസിനെ അങ്ങോട്ട് എത്തിച്ചത് നീയാണല്ലേ? എന്താ, ബുദ്ധിമുട്ടായോ? അല്ലടി, സത്യം പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിലേക്കുള്ള ആ ഒരു നമ്പർ തിരയുന്ന ഇടയിൽ എവിടെയാണ് ക്ലാസ് എന്നൊന്നും അറിയില്ലല്ലോ. ഹോൾ ടിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്തൊക്കെ എല്ലാവരുടെയും കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആരൊക്കെയുണ്ട് എൻ്റെ കൂടെയുള്ളത്. എൻ്റെ പാവപ്പയല്ലേ. പെട്ടെന്നാണ് ആ ഒരു കൈകൾ, അതെ, ആ കരുത്തനായ അവൻ ആ പേപ്പർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോയി പെട്ടെന്ന് ക്ലാസ് എല്ലാം കണ്ടുപിടിച്ച്
സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ആരാണ് റബ്ബേ എൻ്റെ പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നത് എന്നൊരു നിമിഷം കരുതി. ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അവനങ്ങ് മറഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചിരിച്ച മുഖവുമായി അതാ അവൻ വരുന്നു, ആ ഷമ്മാസ്. സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചിനുള്ളിൽ എന്താണെന്ന് സംഭവിച്ചത് എനിക്കറിയില്ല. ആകപ്പാടെ ഒരു വെപ്രാളം. പഠിച്ച റബ്ബേ, എന്താണ് സംഭവിച്ചത്? ഞാൻ കാണുന്നത് സ്വപ്നമാണോ എന്ന് വരെ വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ എടി, എൻ്റെ ഉപ്പയും ഞെട്ടിപ്പോയി. സത്യം. എന്തായാലും റാഹത്തല്ലേ? എല്ലാം കറക്റ്റായിട്ട് എഴുതിയില്ലേ? അത് മതി, അൽഹംദുലില്ലാ. ഇനി നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ ഉയർന്ന റാങ്ക് കിട്ടണേ എന്നുള്ളതിനെക്കുറിച്ച്. നുസൈബ, നിനക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നും ഇഷ്ടം നിൻ്റെ അസിസ്റ്റൻ്റായി അങ്ങനെ നിൽക്കാനാണ്. ഒരിക്കലും ഡോക്ടറാണെന്ന് എനിക്ക് താല്പര്യമില്ല. നിൻ്റെ അസിസ്റ്റൻ്റ്, അത് നിൻ്റെ കൂടെ. ഞാനൊരു പക്ഷേ വേറൊരു ഡോക്ടറായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. എനിക്ക് നിൻ്റെ കൂടെ തന്നെ ജീവിക്കണം, അതാണ് എനിക്ക് താല്പര്യം. ഇൻഷാ അല്ലാ, ഇനി ഒരു 5 വർഷക്കാലം നീ ഗവൺമെൻറ് കോളേജിൽ പഠിക്കും. പക്ഷേ തൊട്ടടുത്തുള്ള മറ്റൊരു കോളേജിൽ ഞാൻ BSc നഴ്സായിട്ട് പ്രൈവറ്റായി പഠിക്കും. എന്നിട്ട് നിൻ്റെ അസിസ്റ്റൻ്റായിട്ട് എനിക്ക് ജോലിക്ക് വരണം. നീ ഡോക്ടറായി ഇറങ്ങുമ്പോൾ ഞാൻ നഴ്സായി ഇറങ്ങും, പോരെ? അങ്ങനെയാകുമ്പോൾ നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം എപ്പോഴും ഉണ്ടാകും. അല്ലെങ്കിൽ ഞാനും നീയും ഡോക്ടറായി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ പരസ്പരം കാണാൻ പറ്റില്ല, മിണ്ടില്ല, അങ്ങനെയായിരിക്കും, ജാടയായിരിക്കും. എനിക്കൊരിക്കലും നിൻ്റെ ഉയർന്ന അത്ര സ്ഥാനം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നിൻ്റെ സൗഹൃദമാണ് എനിക്കിഷ്ടം. എനിക്ക് നിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം. എന്താ? അതെല്ലാം കേട്ടപ്പോൾ നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. ഷിഫ, നീ എന്തൊക്കെയാണ് പറയുന്നത്? എന്താ, കരഞ്ഞു പോയോ? കരയേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ നുസൈബയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എനിക്ക് നിൻ്റെ കൂടെ ഒരു കൂട്ടുകാരിയായി ജീവിക്കുന്നതാണ് ഇഷ്ടം. ഞാനും നീയും ഡോക്ടറായി കഴിഞ്ഞാൽ അത് കിട്ടില്ലല്ലോ. അതുകൊണ്ട് നുസൈബക്ക് സങ്കടം താങ്ങാൻ കഴിഞ്ഞില്ല. പടച്ച റബ്ബേ, എനിക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയെ എനിക്ക് നീ തന്നല്ലോ. അള്ളാഹുവേ, എല്ലാ കാര്യത്തിനും അവൾ എനിക്ക് സപ്പോർട്ടാണ്. എല്ലാ കാര്യത്തിനും പടച്ച റബ്ബേ, അവൾ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. നുസൈബ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്താടി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിനക്കെന്താ, വിഷമം മാറിയിട്ടില്ലേ? മാറിയിട്ടുണ്ട് ഷിഫ, നീ ഉണ്ടാകുമ്പോൾ. അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? എൻ്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെയല്ലേ ചെയ്യുന്നത്, ഞാനല്ലല്ലോ. എന്നാലേ റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇൻഷാ അല്ലാ. പിന്നെ ഞാനിനി ഒരിക്കലും സീറ്റ് കിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഞാനിനി പ്രൈവറ്റായിട്ട് നഴ്സിംഗ് കോളേജിൽ ചേരുകയാണ്. നിനക്ക് എവിടെയാണ് സീറ്റ് കിട്ടുന്നത്? ഏത് ഗവൺമെൻറ് കോളേജിലാണ് നിനക്ക് കിട്ടുന്നത്? അവിടെ ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ കോളേജിൽ തന്നെ പ്രൈവറ്റായി കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത് കിട്ടുമെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമുക്ക് ഒഴിവ് ദിവസങ്ങളിലെങ്കിലും കാണാലോ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഷിഫയുടെ ആ വേർപാട് അത് നുസൈബയെ വല്ലാതങ്ങ് തളർത്തിയിരുന്നു. എന്തെന്നറിയില്ല, സെൻഡ് ഓഫിൻ്റെ ആ തലേ ദിവസം അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവളെ പിരിഞ്ഞു പോഴുമ്പോൾ എന്തെന്നറിയില്ല, ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യം കൈവിട്ടു പോരുന്നത് പോലെയാണ് നുസൈബക്ക് അനുഭവപ്പെട്ടത്. ഇനി ഷിഫക്ക് ചില ദൗത്യങ്ങളുണ്ട്, അത് പൂർത്തിയാക്കണം. ഇനി അതാണ് അവൾക്ക് വേണ്ടതെല്ലാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അതാണ് എനിക്കിഷ്ടം. ഇനി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നുസൈബയുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കണം, അവളുടെ വിഷമങ്ങളെല്ലാം ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ഷിഫ അതാ അവളുടെ ഫോൺ എടുക്കുന്നു. നുസൈബ തനിക്ക് അയച്ചു തന്ന ആ നമ്പർ, ആ വോയിസ്, അതെല്ലാം കൂടി അവൾ നോക്കുന്നു. ആ ഒരു വോയിസ് അവൾ ഒരിക്കൽ കൂടി കേട്ടു. അതെ, ഇപ്പോൾ പകുതി ജീവനെ ആക്കിയിട്ടുള്ളൂ, ഇനി മുഴുവനായി അങ്ങില്ലാതാക്കണം. ഒരിക്കലും എൻ്റെ കൺമുമ്പിലൂടെ അവർ ജീവിച്ചു പോകുന്നത് എനിക്കിഷ്ടമല്ല എന്നുള്ള ആ ഒരു വോയിസിലെ ഭാഗങ്ങളെല്ലാം അവൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടു. ഒരു നമ്പറും തന്നിട്ടുണ്ടല്ലോ, ആ നമ്പറിൽ നിന്നാണ് അവർക്ക് നുസൈബക്ക് ആ ഒരു കോൾ വന്നത്. രണ്ടും കൽപ്പിച്ച് അവളതാ ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. ഹലോ, ഈ ഒരു നമ്പറിൽ നിന്നാണ് ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുള്ളത്. ഇത് ആരാണ് നിങ്ങൾ?
ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനാണ്. കാരണം ഒരാളുടെ ജീവൻ്റെ ഭീഷണിയല്ലേ, നമ്മൾ രക്ഷിക്കണം. അല്ലെങ്കിൽ അറിഞ്ഞ നമ്മൾ പോലും കുറ്റക്കാരാകുന്ന അവസ്ഥയാണ്. സത്യം പറയോ, നിങ്ങൾ ആരാണ്? എവിടെ നിന്നാണ്? ഇത് ആരുടെ വോയിസാണ്? ആ ഉമ്മയുടെ ഫോണിലേക്ക് ആ ഒരു മെസ്സേജുകൾ വന്നു. അതെ, തൊട്ടടുത്ത് തന്നെ അയാൾ നിൽക്കുന്നുണ്ട്. ഒരു വോയിസ് വിടാനാണ് ആ ഉമ്മാക്ക് താല്പര്യം. അവർക്ക് കൂടുതലായി ടൈപ്പിങ് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് തന്നെ കരയുന്ന ഒരു സ്മൈലി വിട്ടു. അപ്പോൾ അത് ഷിഫക്ക് മനസ്സിലായി. പാവം, എന്താണെന്നറിയില്ല, ഒന്നും റീപ്ലൈ ഇല്ല. എന്തപ്പോൾ ചെയ്യുക? വിളിച്ചു നോക്കണോ? അഥവാ ഹുസൈനാജിയുടെ മുമ്പിൽ നിന്നെങ്ങാനും അങ്ങനെ ഒരു വോയിസ് എങ്ങാനും വിട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അയാളത് കേട്ട് പിന്നെ ഒരിക്കലും അവരുടെ ഭാര്യയെ എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ ഉപദ്രവിക്കും എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് തന്നെ ആ ഉമ്മ ഒന്നും പറഞ്ഞില്ല. പകരമായിട്ട് ആ ഉമ്മ ഒരു ഫോൺ നമ്പറാണ് അതിൽ ടൈപ്പ് ചെയ്ത് വിട്ടുകൊടുത്തത്. ഷിഫ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു ഫോൺ നമ്പർ വരുന്നു. ഈ നമ്പറിലേക്ക് വിളിക്കാനായിരിക്കും ഒരു പക്ഷേ പറഞ്ഞത്. ഒന്നുമില്ല, കരയുന്ന കുറച്ച് സ്മൈലികൾ മാത്രമാണ് ഉള്ളത്. എന്താണെന്നറിയില്ല, തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മെസ്സേജ് പോലെയാണ് എനിക്കിത് തോന്നുന്നത്. എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല, ഈ നമ്പറിലേക്കൊന്ന് മെസ്സേജ് ചെയ്ത് നോക്കാം. ആ നമ്പർ അതാ അവൾ സേവ് ചെയ്യുന്നു. അതിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു. ഹായ്, ആൾ ഓൺലൈനിലില്ല, കുറച്ച് മുമ്പേ പോയതാണ്. എന്തായാലും റീപ്ലൈ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴതാ തിരിച്ച് റീപ്ലൈ കിട്ടുന്നു. ഹായ്, ആരാണ്? എൻ്റെ പേര് ഷിഫ എന്നാണ്. അത് എനിക്കൊരു വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലിപ്പിൽ അത് എന്തിനെക്കുറിച്ചുള്ളതാണ് ഒന്നും യഥാർത്ഥ ഉടമ പറഞ്ഞിട്ടില്ല. അവർ കുറച്ച് കരയുന്ന സ്മൈലികൾ മാത്രമാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അറിയാനായിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ നമ്പറിൻ്റെ ഉടമ എന്തൊരു വിഷമത്തിലാണ് എന്നുള്ളത്. ഏത് നമ്പറാണ് നിങ്ങൾ പറയുന്നത്? അപ്പോഴതാ വീണ്ടും ടൈപ്പിംഗ് മെസ്സേജ്. ഷിഫ ആ നമ്പർ അതിലേക്ക് വിട്ടുകൊടുത്തു. ആ ഒരു വോയിസും വിട്ടുകൊടുത്തു. ആ വോയിസ് ശരിക്കും കേട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ആള് ആണാണോ പെണ്ണാണോ ഒന്നും അറിയുന്നില്ല അപ്പുറത്തുള്ള. കാരണം ഒന്ന് വോയിസ് വിടുന്നില്ല, വെറും ടൈപ്പിംഗ് മാത്രമാണ്. അതിൽ ഷിഫ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ആദ്യം പേര് പറയാൻ മടിച്ചെങ്കിലും അവസാനമായിട്ട് അതാ ടൈപ്പിംഗ് അസ്കർ. അസ്കർ, അപ്പോൾ ഒരാണാണല്ലേ? അത് ഷിഫ അതാ വോയിസ് അയക്കുന്നു. ഇങ്ങനൊരു വോയിസ് ഈ ഒരു നമ്പറിലേക്ക് വന്നിട്ട് അവരോട് തിരിച്ച് ചോദിച്ചപ്പോൾ വിളിച്ചതുമില്ല, കോൾ എടുക്കുന്നുമില്ല, അതുപോലെ തന്നെ ഒന്നും റീപ്ലൈ കിട്ടുന്നുമില്ല. അപ്പോൾ ഈ ഒരു നമ്പറാണ് അയച്ചു തന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്കർ അത് മറ്റാരുമല്ലായിരുന്നു, അതെ, ഹുസൈനാജിയുടെ മകൻ, നുസൈബയെ ആദ്യം കല്യാണം കഴിക്കാൻ വിചാരിച്ചിരുന്ന ആ മകൻ, ഉപ്പയുടെ നിർബന്ധപ്രകാരം ഉമ്മയുടെ പ്രിയപ്പെട്ട മകൻ. അവൻ ആ വോയിസ് ശരിക്കും കേട്ടു. പഠിച്ച റബ്ബേ, എൻ്റെ ഉപ്പയുടെ വോയിസാണുള്ളത്. അത് കൂടെ മജീദിൻ്റെയും കേൾക്കുന്നുണ്ട്. അല്ലാ, എൻ്റെ ഉപ്പ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ആരെയാണ് എൻ്റെ ഉപ്പ ഉപദ്രവിച്ചത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പഠിച്ചോനെ, എന്താണ് എൻ്റെ ഉപ്പയുടെ ചിന്താഗതി ഇപ്പോഴും മാറാത്തത്? എന്നോ തുടങ്ങിയതാണ് ഉപ്പാൻ്റെ ഈ ഒരു സ്വഭാവമൊക്കെ. പണത്തിൻ്റെ മേൽ എല്ലാം അതങ്ങ് അടിച്ചമർത്തുകയായിരുന്നു. പാവപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങൾ, ആണുങ്ങളെല്ലാം ഉപ്പയ്ക്ക് അടിമകളായി വന്നിട്ടുണ്ട്. എന്തെന്നറിയില്ല, എല്ലാവർക്കും ക്യാഷ് കൊടുത്ത് അവർക്ക് പരാതിയൊന്നും ഇല്ലാത്ത രീതിയിൽ അതൊക്കെ അങ്ങ് ഒതുക്കി തീർക്കും. പാവം എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. ഉമ്മ അയച്ചത് തന്നെയായിരിക്കും, ഉമ്മയുടെ നമ്പറാണിത്. അസ്കർ വേഗം അതാ ഫോൺ എടുത്ത് നോക്കുന്നു. ഉമ്മ ഓൺലൈനിലുണ്ടോ? ഉണ്ട്. പാവം പേടിച്ച് നിൽക്കുകയായിരിക്കും. ഉമ്മക്കൊരു സലാം വിട്ടു. പക്ഷേ തിരിച്ച് ഒരു റീപ്ലൈയും ഇല്ലായിരുന്നു. കരയുന്ന കുറച്ച് സ്മൈലുകൾ മാത്രം. പിന്നീട് എങ്ങനെയൊക്കെയോ വാലേക്കും മുസ്സലാം എന്ന് എഴുതിയിട്ടുണ്ട്. അവനക്ക് മനസ്സിലായി, ഇല്ല, എൻ്റെ ഉപ്പയുടെ പീഡനത്തിന് ഇരയാവുകയാണ് എൻ്റെ ഉമ്മ. പേടിച്ച് കഴിയുകയാണ്. പലവട്ടം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. പലതവണ ഉമ്മയെ അടിച്ചിട്ടുണ്ട്, പലതവണ ഉപദ്രവിച്ച് പൂട്ടിയിടാറുണ്ട്.
പാവം എൻ്റെ ഉമ്മ കഷ്ടപ്പെടേണ്ടി വന്ന ഈ ഒരു ജന്മം. ഒരുപാട് സ്വത്തുക്കളുള്ള ഹുസൈനാജിയുടെ ഭാര്യ, അടിച്ചമർത്തപ്പെട്ടവൾ. എന്തെങ്കിലും ഉപ്പയോട് പറഞ്ഞാൽ ആ ഒരു നിമിഷം ഉപ്പാക്ക് പറ്റാത്തതാണെങ്കിൽ ഉമ്മയുടെ നേരെ ഉപദ്രവം, എൻ്റെ നേരെയും. അല്ലാ, എൻ്റെ ഉമ്മ ഒരുപാട് സഹിച്ചു. ഇനി ഒരിക്കലും ഉപ്പയുടെ അടുക്കൽ നിർത്തരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഉമ്മയെ എങ്ങാനും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ബാക്കി ഉപദ്രവം ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് പേടിച്ചാണ്. പെണ്ണ് കാണാൻ എന്നോട് പലതവണ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു, ഉപ്പ, ഞാൻ ഒരിക്കലും അതിനു വേണ്ടി ഒരുങ്ങി വന്നതല്ല. ഇൻഷാ അല്ലാ ഞാൻ അടുത്ത പ്രാവശ്യം. ആര് പറഞ്ഞാൽ നിനക്കെന്താണ് ഇവിടെ മുതലില്ലേ, വേഗം പോയി പെണ്ണ് കണ്ടുവാ എന്ന് പറഞ്ഞ് ഉമ്മയും എന്നെയും നിർബന്ധിച്ച് പറഞ്ഞയച്ചു. പാവം എൻ്റെ ഉമ്മ ആ പെണ്ണിനെ കാണുവാൻ വേണ്ടി പോയി. ഞാനവിടെ വണ്ടിയിൽ തന്നെ ഇരുന്നു. വാശിക്കാരനായ, ദേഷ്യക്കാരനായ എൻ്റെ പണക്കാരനായ ഉപ്പ, അയാൾ എന്താണ് പറയുന്നത് അതേ അവിടെ നടക്കുകയുള്ളൂ. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, പഠിച്ച റബ്ബേ, എന്തിനാണ് ആ ഉപ്പയുടെ മകനായി ഞാൻ ജനിച്ചത്, ആ ഉപ്പയുടെ ഭാര്യയായി എൻ്റെ ഉമ്മ വന്നത്. കാരണം അത്രക്കും പീഡനങ്ങളാണ് സഹിക്കേണ്ടി വരിക. അസ്കർ ഓരോന്ന് ആലോചിച്ചു കൂട്ടി. വീണ്ടും അതാ ആ ഷിഫ എന്ന പേരുള്ള പെണ്ണിന് മെസ്സേജ് അയക്കുന്നു. ക്ഷമിക്കണം. ഷിഫ വോയിസ് അയക്കുന്നു. എന്തിനാണ് ക്ഷമിക്കേണ്ടത്? ആ വോയിസ് വന്നതിൽ അതൊന്നും വെറുതെ പറയുകയായിരിക്കും. ക്ഷമിക്കണം. ഞാൻ ക്ഷമ ചോദിക്കണോ നിങ്ങളോട്? ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നോ ഒന്നും എനിക്കറിയില്ല. എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എങ്കിലും ഞാൻ ക്ഷമ ചോദിക്കാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നത്? എൻ്റെ ഉപ്പക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഉപ്പയാണോ ഈ ഒരു വോയിസ് വിട്ടത്? എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും ഉപ്പയുടെ വോയിസാണത് വിട്ടത്. അവൻ ഉമ്മയെ പറയാൻ മടിച്ചു. ഒരു പക്ഷേ ഉമ്മയുടെ പേരെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഉമ്മക്ക് നല്ല രീതിയിൽ പ്രഹരം കിട്ടുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവനത് മിണ്ടിയില്ല. പറയൂ അസ്കർ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവം? നിങ്ങളുടെ ഉപ്പയാണോ അത്? ഉപ്പയാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നുസൈബ എന്നുള്ള പേരുള്ള പെണ്ണിനെ. അത് കേട്ടപ്പോൾ അസ്കർ ഞെട്ടിപ്പോയി. എന്ത്, നുസൈബയോ? അവൻ വിചാരിച്ചു, അതെ, ഉമ്മ കാണാൻ പോയ ആ പെണ്ണ് പാവം പെണ്ണാണെന്ന് പറഞ്ഞു. അവളുടെ കല്യാണം വേറെ ശരിയായി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാണല്ലോ. അപ്പോൾ എന്നിട്ട് നുസൈബ എന്നു പേരുള്ള ആ പെണ്ണ് കാണാൻ പോകാൻ നിൽക്കാണ് ഷമ്മാസ് എന്നു പേരുള്ള ഒരാൾ. അതെ, അവരെ ചതിയിൽ കീഴ്പ്പെടുത്തി ഒരുപാട് ഉപദ്രവിച്ചു. എണീക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ആക്സിഡൻ്റ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഈ ഒരു വോയിസ് കേട്ടപ്പോഴാണ് അതിൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നിയത്. ആദ്യമൊക്കെ ആക്സിഡൻ്റ് ആണെന്ന് തന്നെ വിചാരിച്ചു. പിന്നീടാണ് അറിഞ്ഞത് അവനെ പാതി ജീവനാക്കിയിട്ടുണ്ട്. ഇനി മുഴുവനായി അങ്ങ് എടുത്തേക്കണം എന്നൊക്കെ. അപ്പോൾ അസ്കറിന് ഏകദേശം മനസ്സിലായി തുടങ്ങി. പഠിച്ചോനെ, എൻ്റെ ഉപ്പ തന്നെയാണ്, സംശയമല്ല. എൻ്റെ ഉമ്മ കരുതി കൂട്ടി തന്നെ അത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തതായിരിക്കും. ആ പെണ്ണ് അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് അസ്കർ ഷിഫയോട് പറഞ്ഞു, ഷിഫ, ക്ഷമിക്കണം, ദയവായി ഞാനത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്തൊക്കെ തന്നെയായാലും നല്ല സേഫ്റ്റിയോടുകൂടെ നിൽക്കാൻ പറയണം. എൻ്റെ ഉപ്പ ഞാനൊന്നും പറഞ്ഞാൽ ഒരിക്കലും അസ്കറിനെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എനിക്ക് മനസ്സിലാകുന്നുണ്ട് അസ്കർ നിങ്ങളുടെ ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്. അവൾ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാണാൻ പോയി ഉമ്മ വന്നിരുന്നു എന്നൊക്കെ. അപ്പോൾ നിങ്ങളായിരിക്കില്ലേ നുസൈബയെ കെട്ടണം വിചാരിച്ച ആൾ? ഒരിക്കലുമല്ല. ഞാനത് ആഗ്രഹിച്ചിട്ട് പോലുമില്ല. എൻ്റെ ഉപ്പയുടെ നിർബന്ധമായിരുന്നു എല്ലാം. ഞാൻ പലതവണ പറഞ്ഞതാണ് ഞാൻ അടുത്ത പ്രാവശ്യം വന്നിട്ടാക്കാമെന്ന്. പക്ഷേ ഉപ്പ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ് എന്നെയും ഉമ്മയും. എന്നിട്ടും ഞാൻ പോയിട്ടില്ല. കാരണം ഒരു പെണ്ണിന് വെറുതെ മോഹം കൊടുക്കാൻ പാടില്ല. നമ്മളെക്കൊണ്ട് അവർ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം. അതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല ഒരിക്കലും. ഞാനവിടെ വഴിയിൽ നിൽക്കുകയായിരുന്നു. എൻ്റെ ഉമ്മയാണ് പോയി കണ്ടത്. ഉപ്പയുടെ ഈ ഒരു സ്വഭാവം അസ്കറിനെ വല്ലാതെ അങ്ങ് സങ്കടപ്പെടുത്തി. പഠിച്ചോനെ, ഇങ്ങനൊരു ഉപ്പ ഇല്ലാതിരിക്കുകയാണ് നല്ലത്. എന്താ റബ്ബേ, പണമുണ്ടെങ്കിൽ എന്തുമാവാം എന്നുള്ളൊരു അഹംഭാവമാണ് ഉപ്പാക്കുള്ളത്. അതാണ് നടക്കുന്നതും.
എനിക്കറിയാം ഉപ്പാക്ക് എന്തോ ഒന്ന് മനസ്സിലുറപ്പിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ആ പെണ്ണിനെ കെട്ടാൻ പോകുന്ന ചെക്കനെ ഇല്ലാതാക്കാൻ എന്ത് പണിയും ഉപ്പ ചെയ്യാൻ തയ്യാറാണ്. അതിനുവേണ്ടി എത്രയോ ഗുണ്ടകൾ ഉപ്പാക്കുണ്ട്. അവർക്ക് പണം എറിഞ്ഞു കൊടുത്താൽ അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ചെയ്യും. ഉറപ്പാണ് ഇത് ഉപ്പയുടെ പണി തന്നെ. ഷിഫ പ്ലീസ്, നിങ്ങളിത് പുറത്ത് പറഞ്ഞാൽ എനിക്കറിയില്ല, എൻ്റെ ഉപ്പയെക്കുറിച്ചാണ്, ശരിയാണ്. പക്ഷേ ഇത് ഞാൻ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല. എൻ്റെ ഉപ്പയുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. നിങ്ങൾ ക്ഷമിക്കണം ദയവായി. അതെ, ഞങ്ങളല്ലല്ലോ ക്ഷമിക്കേണ്ടത്. ഒരു ജീവൻ പണയം വെച്ച് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ അവിടെ. അതെ, എൻ്റെ ഫ്രണ്ട്, എൻ്റെ നുസൈബയെ കെട്ടാൻ പോകുന്ന ചെക്കൻ, അവനെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവൻ്റെ ജീവന് ഒരിക്കലും ഭീഷണി ഉണ്ടാവാൻ പാടില്ല. അവന് സുരക്ഷിതയായിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നിങ്ങൾ എന്തെങ്കിലും നടപടി ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പാവം ആ പെണ്ണാകെ തകർന്നു പോകും. ഒരുപാട് വിഷമിച്ചതാണ്, ദുഃഖിച്ചതാണ്. അതുകൊണ്ട് ഇനിയും ആ പെണ്ണിൻ്റെ ജീവിതത്തിൽ കല്ല് വാരിയിടാൻ നിങ്ങൾ ശ്രമിക്കരുത്. ദയവായി നിങ്ങളുടെ ഉപ്പയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. അല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും. ഈ നമ്പർ കണ്ടപ്പോൾ ആരാണ് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയില്ലെങ്കിൽ ഞാനിത് നേരെ ഇതുമായി സ്റ്റേഷനിൽ പോകും. ഷിഫ, പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതെന്താ? ഒരുപാട് പോലീസുമാർ എൻ്റെ ഉപ്പയുടെ കീഴിൽ തന്നെയാണ്. അവർക്കൊക്കെ ഉപ്പ പണം വാരി എറിയുന്നത് കൊണ്ട് എല്ലാം ഉപ്പക്കനുസരിച്ച് നിൽക്കുള്ളൂ. വലിയ മേധാവിത്വമാണ് ഉപ്പാക്ക് എല്ലാ സ്ഥലത്തുള്ളത്. അതിന് രാഷ്ട്രീയത്തിലായാലും എന്തിലൊക്കെ തന്നെയായാലും. നിങ്ങൾ വിഷമിക്കേണ്ട, അതിനുള്ള നടപടിയെല്ലാം ഞാൻ എടുത്തോളാം. എന്നാൽ ശരി ഷിഫ എന്ന് പറഞ്ഞതാ അസ്കർ ഉമ്മാക്ക് വിളിക്കുന്നു. എന്തു തന്നെയായാലും വേണ്ടില്ല, രണ്ടും കൽപ്പിച്ച് വിളിക്കുക തന്നെ. ഉപ്പയുടെ ഈ ശറ്റത്തരം നിർത്തണം ഇനിയെങ്കിലും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപ്പയില്ല എന്നങ്ങ് വിചാരിക്കേണ്ടി വരും. ധൈര്യത്തോടെ മകൻ അസ്കറത ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. അവർ വിറച്ചുകൊണ്ട് അതാ ഫോൺ എടുക്കുന്നു. അല്ലാ, മോനാണല്ലോ. മോനെ, പഠിച്ചെന്നെ. ആരാടി വിളിക്കുന്നത്? ഹുസൈനാജിയുടെ ആ ഭീകര ശബ്ദം. മോനാണ്, അസ്കു. എടുത്തു നോക്ക്. പുന്നാര മോനെ വിളിക്കല്ലേ. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ, എന്തൊക്കെയാണ് ഉമ്മ നടക്കണത് നമ്മളെ വീട്ടിൽ? എന്തൊരു മോശമാണിത്. ഒന്നുമില്ലെങ്കിൽ എനിക്ക് എൻ്റെ ബാപ്പാന്ന് പറയാനെങ്കിലും ഒരു അന്തസ് വേണ്ടേ? എന്തൊക്കെ ചെറ്റത്തരങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. നാട്ടിൽ പണമുണ്ടെന്ന് കരുതി എന്തും ആവാമെന്നാണോ? ഉമ്മ കണ്ണുനീർ തുടക്കുന്നു. എന്താടി നിൻ്റെ മകൻ പുലമ്പുന്നത്? ഇങ്ങനെ മുതലക്കണ്ണീര് ഒഴുക്കാൻ മാത്രം എന്താ ഓൻ പറയണത്? ഉമ്മ, ഉപ്പയോടൊന്ന് മര്യാദക്ക് നിൽക്കാൻ പറയണം കേട്ടോ. ഇനിയും എന്നെക്കൊണ്ട് വയ്യത്. എന്തത്? ഒന്നുമില്ല, നാട്ടുകാരെ മുഖത്ത് നോക്കണ്ടേ? ഹുസൈനാജിൻ്റെ മോനെന്ന് പറയുന്നത് തന്നെ എനിക്ക് അപമാനമാണ്. അത്രക്കും ചെറ്റത്തരങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. മോനെ, ഞാൻ എന്ത് പറയാനാടാ? പെട്ടെന്നതാ ഹുസൈനാജി വന്ന് ഫോണ് അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങുന്നു. ഉമ്മയെ ഒരു തള്ളു തള്ളിയിട്ട് മോനതാ ഫോൺ വെച്ചില്ല. ഉപ്പ, നിങ്ങൾ എന്താ ഉമ്മയെ ചെയ്യുന്നത്? അതെ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെയൊക്കെ കാട്ടിക്കൂട്ടും, നിനക്കെന്താ? ഉപ്പ, ഞാൻ ഒരുപാട് ക്ഷമിച്ചു. നിങ്ങൾ എൻ്റെ ഉപ്പ തന്നെയാണ്, ശരിയാണ്. പക്ഷേ ചെറ്റത്തരങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. ഒരുപാട് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ് വരെ എന്നെ കളിയാക്കും. അയാളെ മോനല്ലേ എന്ന് പറഞ്ഞ്. ഇപ്പോഴാ നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? എന്താടാ നിനക്കൊരു ചൊറിച്ചിലവിടുന്ന്? നിങ്ങൾ ആരെ പകുതി ജീവനാക്കിയിട്ട് ഇനി ആരെ മുഴുവൻ ജീവൻ എടുക്കാൻ പോകുന്നത്? ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്കതൊന്ന് നിർത്താനായില്ലേ? ഒരിക്കലും ഒരു ഉപ്പയുടെ മുഖത്ത് നോക്കി മകൻ ചോദിക്കേണ്ട വർത്താനല്ല ഇതൊന്നും. പക്ഷേ സാഹചര്യം അങ്ങനെ ആക്കി തീർത്തു. എന്താ ഉപ്പ നിങ്ങൾ പ്ലാനിങ്? ഒരിക്കലും ഈ മോനുള്ളപ്പോൾ അതിന് സമ്മതിക്കില്ല. നിങ്ങൾക്ക് ആരെയാണ് കൊല്ലേണ്ടത്? പറയാം, എന്നോട് പറയും, ഞാനതങ്ങോട്ട് നിർവഹിച്ചോളാം. ആഹാ, ധൈര്യമുള്ളൊരാളും. അതേ, എനിക്ക് കുറച്ച് ആളുകളെ ഇവിടെ ഇങ്ങനെ നികത്താണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കാനുള്ളത്. ബാപ്പ, നിങ്ങൾ അനാവശ്യം പറയരുത്. നിങ്ങളെ ഒരാളുടെ മേലും കൈവെക്കാൻ പാടില്ല. ആരെയാണ് നിങ്ങൾ പകുതി ജീവനാക്കിയിട്ടത്?
ഓഹോ, ഇജ്ജ് എന്നോട് ചോദ്യം ചെയ്യാൻ മാത്രമായില്ലേ? ഹുസൈനാജി ഒരാളല്ല, പല ആൾക്കാരും ഇങ്ങനെ ആക്കിക്കണ്. എന്താ ഇപ്പോഴാണ് എനിക്ക് ചോദ്യം ചെയ്യാൻ കണ്ടത്? ഇത് ആരടാ എന്നോട് പറഞ്ഞത്? ഇങ്ങളല്ലേ പറഞ്ഞത് പകുതി ജീവനാക്കിയിട്ടിക്കണേ, ഇനി മുഴുവനായിട്ട് ജീവൻ എടുക്കണം എന്നൊക്കെ? അതെ, അത് എൻ്റെ അടുത്തുണ്ട് നിങ്ങൾ പറഞ്ഞത്. ആഹാ, ഇവിടെ ആരെങ്കിലും ചോർത്താൻ നിന്നേനോ? എടീ എന്ന് പറഞ്ഞതാ ഹുസൈനാജി അവരുടെ ഉമ്മയുടെ നേരേക്ക് അടുക്കുന്നു. അസ്കറിൻ്റെ ആ സ്ത്രീയുടെ മുടി പിടിച്ച് വലിക്കുന്നു, ചുവരിലേക്ക് തള്ളിയിടുന്നു. ഉപ്പ പ്ലീസ്, എൻ്റെ ഉമ്മയെ നിങ്ങൾ വല്ലാതെ ഉപദ്രവിക്കൊണ്ടിട്ടോ. ഞാൻ ദാ ഇപ്പം തന്നെ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. നിങ്ങൾ ഒരുപാടായി എൻ്റെ ഉമ്മ സഹിക്കുന്നു. ഇനിയും ഇത് ഞാൻ സമ്മതിക്കില്ല. എത്രയോ ഉപദ്രവങ്ങളെ എൻ്റെ ഉമ്മ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പാവം. പെട്ടെന്നതാ ഒരു പോലീസ് ജീപ്പ് മുറ്റത്തേക്ക് കയറി വരുന്നു, ഹോൺ അടിച്ചുകൊണ്ട്. ആഹാ, പോലീസോ? എനിക്കെതിരെ കേസ് കൊടുക്കാൻ മാത്രം ഇവിടെ ആരായത്? പെട്ടെന്നതാ ആ ഉമ്മ വീണ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. പാവം, അവരുടെ മുഖത്താകെ രക്തം വാർന്നൊഴുകുന്നു. SI ആണ് വന്നിട്ടുള്ളത്. എന്താ ഈ സ്ത്രീക്ക് എന്ത് പറ്റി? ഇത് നിങ്ങളുടെ ആരെയാണ്? അത് കേട്ടതോ? ഇവിടെ എന്താ പീഡനമോ? ഇവിടെ എന്താ ഉപദ്രവിക്കുന്നുണ്ടോ? എന്താ സംഭവം? കേസ് വേറെ കാര്യത്തിനാണ് ഞാൻ വന്നത്. പക്ഷേ എന്താ ഇവിടെ നടക്കുന്നത്? ഈ സ്ത്രീയെ നിങ്ങളാണോ ഈ രീതിയിൽ ഉപദ്രവിച്ചത്? അവരുടെ മുഖത്തിലൂടെയൊക്കെ അതാ രക്തം വാർന്നൊഴുകുന്നു. ആരാണിത്? ഹുസൈനാജിക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അയാളുടെ കോളർ പിടിച്ചുകൊണ്ട് അതാ SI മുറ്റത്തെ കുന്തുന്നു. അത് കണ്ടു ഉമ്മ വേണ്ട എന്ന് പറഞ്ഞ് തടുക്കുന്നു. പറയൂ ഉമ്മ, എന്താണിത്? നിങ്ങളെയാൾ ഉപദ്രവിച്ചോ? ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല, പേടിച്ചിട്ട്. കാരണം തിരിച്ചു വന്നാൽ അടി ഉറപ്പാണ് എനിക്ക്. അതുകൊണ്ട് ഇല്ല, ഞാൻ തടഞ്ഞു വീണതാണ് എന്നവർ ഒരു കളവ് പറഞ്ഞു. ആഹാ, തടഞ്ഞു വീണാലും ഇങ്ങനെയാണോ? മുഖത്തീ പാടൊക്കെ വരുമോ? അങ്ങനെയുണ്ടോ? വിരൽപ്പാടുകൾ നിങ്ങളുടെ ഈ കവിളത്ത് പതിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. എന്തത് സംഭവം? അതെ, നിങ്ങളും കൂടെ സ്റ്റേഷനിൽ പോരും, അതായിരിക്കും നല്ലത്. അല്ലാതെ ഇവിടെ നിന്ന് സീനാക്കണ്ട. ഹുസൈനാജിയെ കിടന്ന കിടപ്പിൽ നിന്നും കോളർ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും അതാ പോലീസ് ജീപ്പിലേക്ക് തള്ളിക്കയറ്റുന്നു. കേറടാ. പെട്ടെന്ന് 2 പോലീസ്മാർ കയ്യിൽ ആമും വെക്കുന്നു. അതെ, നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് വരാം. ഹുസൈനാജിയെയും കൊണ്ട് ആ ജീപ്പ് പറക്കുന്നു. ആ ഉമ്മ കണ്ണീരോടെ പടച്ചവനോട് പറഞ്ഞു, അൽഹംദുലില്ലാ, അല്ല ഒരുപാട് സഹിച്ചു, ഇനിയും വയ്യ, ഇനി എന്നെക്കൊണ്ട് കഴിയൂല, അത്രക്കും സഹിച്ചതാണ് ഞാൻ. പടച്ചറബ്ബേ, ഹുസൈനി എന്നുള്ള ആളുടെ ഷെറിനെ തൊട്ട് നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ. പാവം, ആ കുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്താ അയാളെ വിചാരം? പക്ഷേ എനിക്ക് പേടിയുണ്ട്. പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ലല്ലോ. അയാൾക്ക് ഇടി കിട്ടുന്നതിന് മുമ്പ് തന്നെ പുഷ്പം പോലെ ഇറങ്ങിപ്പോരും. അതാണ് പേടി. അയാൾക്ക് വിടാൻ തോന്നരുത്. എല്ലാം എണ്ണി എണ്ണി ചോദിക്കണം. എല്ലാം. ഇനിയും എനിക്ക് വയ്യ. അടി കിട്ടി കരഞ്ഞ് എൻ്റെ മോനും അത്രക്കും ഇടങ്ങാറായിട്ടുണ്ട്. എന്നാലും ആരായിരിക്കും? ഹേയ്, എൻ്റെ മോനായിരിക്കുമോ കേസ് കൊടുത്തത്? അതായിരിക്കില്ല. മോനെ ഉപ്പയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്തോ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പോലീസ് ജീപ്പ് വന്നത്. ഒരിക്കലും അവനായിരിക്കില്ല. ആരോ ഇതിൻ്റെ പിന്നിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. പഠിച്ചോനെ, പ്രവർത്തിച്ചവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അല്ലാ, അയാളുടെ ആ കൈക്കരുത്തങ്ങ് ഇല്ലാതാക്കണം. അതാണ് എല്ലാത്തിനും മുന്നിലേക്ക് വരുന്നത്. എത്ര അടിയാണ് എനിക്ക് കിട്ടിയത് ഒരു കണക്കില്ല. പരാതി പറയാൻ ആരുമില്ല. എൻ്റെ ഭർത്താവായതുകൊണ്ട് ഞാൻ പറയല്ല. അത്രക്കും ചെറ്റത്തരാണ് അയാൾ ചെയ്തു കൂട്ടുന്നത്. എന്തിന്? ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉള്ളതെല്ലാം സത്യം സത്യം പോലെ പറയണം. എനിക്ക് ആ സ്റ്റേഷനിലേക്കൊന്ന് പോയി കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതെ, ഞാൻ തന്നെയാണ് ഈ വോയിസ് എടുത്ത് അയച്ചു കൊടുത്തതും എല്ലാത്തിനും ഹേതു ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. മറ്റൊരാളെയും കുറ്റം പറയണ്ട. ഞാൻ കുറ്റം സമ്മതിക്കും. സ്റ്റേഷനിൽ പോയിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. ഇപ്പം അടുത്തൊന്നും കുറച്ചിവിടെ കിടക്കണം. പേരിന് എൻ്റെ ഭർത്താവാണ്, പക്ഷേ എനിക്ക് കിട്ടുന്ന ഉപദ്രവങ്ങൾക്ക് ഒരു കയ്യും കണക്കുമില്ല. ഹേയ്, ഇനിയും കഴിയില്ല. ഇനി കുറച്ച് ധൈര്യത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. അയാൾ കുറച്ച് അകത്ത് കിടക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹുസൈനാജിയെ പോലീസ് കൊണ്ടുപോയപ്പോൾ ഉമ്മാക്ക് വല്ലാത്തൊരാശ്വാസം. എന്തെന്നില്ല, പേടിയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് അവർ പ്രവേശിച്ചതുപോലെ. അവരുടെ നെറ്റിയിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അതൊരു ശീല കൊണ്ട് അവൾ മുറുക്കി കെട്ടി. അല്ലാ, ഇതെൻ്റെ അവസാനത്തെ
ഉപദ്രവമായിരിക്കണേ എനിക്കുള്ള. ഇനിയും അത് സഹിക്കാൻ വയ്യ. ആരോടും പറയാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെ കെട്ടിയിട്ട പോലെ ജയിലിൽ കിടക്കുന്ന പോലെയാണ് എൻ്റെ ജീവിതം. പഠിച്ച റബ്ബേ, ഇനിയും എനിക്കിതിന് കഴിയില്ല. ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. എല്ലാ മൊഴികളും ഞാൻ പറയും. ഇനി ഒരാൾക്കെതിരെയും അയാളുടെ അക്രമം ഉണ്ടാകാൻ പാടില്ല. ആ കള്ളപ്പിശാച്ചിൻ്റെ ഒരിക്കലും ഒരാളും അയാളുടെ ഉപദ്രവത്തിൽ പെടാൻ പാടില്ല. പഠിച്ച റബ്ബേ, നീ കാക്ക്. ഒരാളെയും ഞാൻ കുറ്റം പറയില്ല. ഞാൻ തന്നെയാണ് എല്ലാം. അയാളുടെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ തന്നെ പൊളിക്കും. ഒരുപാടായി സഹിക്കുന്നു, ഇനി കഴിയില്ല. ആ ഉമ്മ ധൈര്യത്തോടെയാണ് അപ്പോൾ നിൽക്കുന്നത്. സ്റ്റേഷന് വരെ പോകണം, എല്ലാം പറയണം, പുറത്തിറക്കാൻ സമ്മതിക്കരുത്. ഉമ്മയുടെ ഫോണിലേക്കതാ കോള് വരുന്നു. മോനാണ് അസ്കർ. മോനെ അസ്കർ, എടാ ഞാനാണ് ആ വോയിസ് മെസ്സേജ് നുസൈബക്ക് അയച്ചു കൊടുത്തത്. എങ്ങനെയെങ്കിലും അത് സ്റ്റേഷനിൽ എത്തിക്കണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചതും. ഉമ്മ അതെനിക്ക് വിട്ടു തന്നല്ലോ, എൻ്റെ നമ്പറും കൊടുത്തിരുന്നല്ലോ. എനിക്ക് മനസ്സിലായി ഉപ്പയുടെ സ്വഭാവം. എന്തായാലും ഉമ്മ മോനെ കൊണ്ടുപോയിട്ടുണ്ട്. പോയിക്കോട്ടെ, ഉപ്പ കുറച്ച് അനുഭവിക്കട്ടെ, ചെയ്ത തെറ്റിനുള്ള ശിക്ഷയൊക്കെ അനുഭവിക്കട്ടെ. എന്താ അയാൾക്ക് വയസ്സുകാലത്ത് എന്തിൻ്റെ കേടാ? ആ ഒരു ചെറിയ പെൺകുട്ടിനെ കെട്ടാൻ വേണ്ടി നടക്കാനടാ. അതാണ് വലിയത്. എൻ്റെ പേരും അസ്കറിനെ കൊണ്ട് കെട്ടിക്കാൻ. അതെ, ഈ എങ്ങാനും പോയാലേ ആ പെണ്ണിനെ ഇവിടെ കെടുത്തി കഷ്ടപ്പെടുത്തൂലേ? ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. സത്യം പറഞ്ഞ് വെറുത്തു പോയി. പേരിന് നിൻ്റെ ഉപ്പയൊക്കെ തന്നെയാണ്, പക്ഷെ സ്വഭാവം വളരെ മോശമാണ് മോനെ. ഒരാൾക്കും ഇങ്ങനെ ഒരു ഭർത്താവിനെ കൊടുക്കാതിരിക്കട്ടെ, ഇങ്ങനെ ഒരു പിതാവിനെ കൊടുക്കാതിരിക്കട്ടെ. ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, ഉപ്പാക്ക് കൊടുക്കാനുള്ളത് അവർ കൊടുത്തോളും. അതയാൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്. എൻ്റെ ഉപ്പ ആയതുകൊണ്ട് പറയല്ല, സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ചെയ്ത തെറ്റിന് അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഉപ്പ. മറ്റൊന്നും ഞാൻ അതിൽ പറയുന്നില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ജാമ്യത്തിന് ഇറക്കാൻ വരും, അതാണ് എനിക്ക് പേടി. ഇല്ല മോനെ, അതിനു മുമ്പ് ഞാൻ സ്റ്റേഷനിലേക്ക് പോവാണ്. എനിക്ക് ആരെയും പേടിക്കണ്ട. ഞാൻ എസ്ഐനോട് എല്ലാം തുറന്ന് പറയും. എല്ലാം എൻ്റെ മൊഴി കേൾക്കുമ്പോൾ എന്തൊക്കെ തന്നെയായാലും അവർക്ക് മനസ്സിലാകും എല്ലാം. ആരും വരില്ല ജാമ്യത്തിന്, അതിന് ഞാൻ സമ്മതിക്കില്ല. സ്ത്രീകളെ ഉപദ്രവിച്ചാലും പീഡിപ്പിച്ചാലും എന്തൊക്കെയാണ് ശിക്ഷ എന്ന് നിനക്കറിയില്ലേ? ഇല്ല, ഞാൻ എല്ലാം പോയി പറയാണ്. ഒരു ഓട്ടോറിക്ഷകളെ വിളിച്ച് ഞാൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഉമ്മ അതാ ധൈര്യത്തോടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, പറയുന്നതിനിടയിൽ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ വരും, പേരുകൾ മാറും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. ഒരു സ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ ചിലപ്പം റിപ്പീറ്റ് ചെയ്ത് കേൾക്കൂല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. തെറ്റുകളൊന്ന് മനസ്സിലാക്കിയെടുത്ത് എല്ലാവരും ക്ഷമിക്കണം. ഇൻഷാ അല്ലാ ഹുസൈനാജിക്ക് നല്ലൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അയാളൊരു പാഠം പഠിപ്പിക്കണം. എന്നിട്ട് നമുക്ക് നുസൈബയെയും ഷമ്മാസിനെയും നല്ല രീതിയിൽ ഒരുമിപ്പിക്കണം ഇൻഷാ അല്ലാ.